ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ മക്കളെ, 100% നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങൾ വയനാട്ടിലേക്ക് ട്രിപ്പ് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വയനാട് ചുരം കയറുന്ന ടൈമിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. എവിടെയായാലും എത്ര പേർക്കുള്ള ഫുഡ് വേണമെന്നുണ്ടെങ്കിലും ഇവർ നിങ്ങൾക്ക് സെറ്റാക്കി തരും. ആരാണെന്നല്ല കാണിച്ചു തരാം, ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. നിങ്ങളിനി വയനാട്ടിലേക്ക് ട്രിപ്പ് പോകുമ്പം അതിപ്പം ട്രാവലറിലായാലും ബസ്സിലായാലും എത്ര പേർക്കുള്ള ഫുഡ് വേണമെന്നുള്ളത് ഇവരെ ഒന്ന് നേരത്തെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. കറക്റ്റ് ടൈമിന് കറക്റ്റ് സ്ഥലത്ത് ഇവർ നിങ്ങൾക്ക് എത്തിച്ചേരും. ഇനി പറഞ്ഞതുപോലെ ഫുഡിന്റെ ചെമ്പും കാര്യം തൂക്കി നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നമ്മളൊരു ട്രിപ്പ് പോകുമ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ടൈമിന് തന്നെ എല്ലാ സാധനങ്ങളും പറഞ്ഞ അളവിൽ അവർ എത്തിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ വയനാടുകാർ കണ്ടുപിടിച്ച വയനാട്ടിലെ സ്പെഷ്യൽ ഐറ്റായ പോത്തുംകാല് വെച്ചിട്ട് ഞാൻ ആ പരിപാടി അങ്ങോട്ട് തുടങ്ങിയേ. ആ പോത്തുംകാൽ എടുത്ത് അതിൻ്റെ അകത്തുനിന്ന് ഒരു കഷ്ണം ഇറച്ചി പറിച്ചെടുത്ത് വായിൽ വെച്ച് മക്കളെ, ഒരു 1.5 മുതലായിരുന്നു കേട്ടാ. വേറെ ലെവല്. സത്യം ഞാൻ പറയാം, വയനാട്ടിലായിട്ട് ഒരുപാട് സ്ഥലത്ത് ഞാൻ പോത്തുംകാല് വെച്ചിട്ടുണ്ട്. ഇത് വേറെ ലെവലാണ് കേട്ടോ, ഉള്ള കാര്യം പറയാം. അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു ലഗൂൺ ചിക്കൻ ദം ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വയനാട്ടിൽ പോകാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി, പക്ഷെ ഇത്രയും ടേസ്റ്റുള്ള ഒരു ദം ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല കേട്ടാ. വളരെ ചെറിയ പൈസക്കാണ് കേട്ടോ ഇവർ ഇവിടുന്ന് ഫുഡ് കൊടുക്കുന്നത്. രാവിലത്തെ ചായയുടെ കടികൾക്കൊക്കെ 6-7 രൂപയൊക്കെ ഉള്ളൂ. ചപ്പാത്തിക്കൊക്കെ വെറും 4 രൂപയെ മറ്റേ ഉള്ളൂ കേട്ടാ. ചെറിയ പൈസക്ക് ക്വാളിറ്റി ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പൊ ഇനി വയനാട് ഭാഗത്തേക്ക് നിങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ ഫുഡിന്റെ കാര്യം ഓർത്തിട്ട് നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കണ്ട. ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ഓർഡർ കൊടുത്തോ, ക്വാളിറ്റിയുള്ള ഫുഡ് നിങ്ങൾക്ക് കഴിക്കാം. അതും പറഞ്ഞ ടൈമിന് തന്നെ ഇവർ എത്തിച്ചേരും. അപ്പോൾ ശരി എന്നാ.